കഴിഞ്ഞ ദിവസം ഒരു ഫ്ലൈറ്റും ഒരു മിലിറ്ററി ഹെലികോപ്റ്ററും തമ്മിൽ കൂട്ടിയിടിച്ച ഒരു വിഷ്വൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു സാഡ് റിയാലിറ്റി എന്താ വെച്ചാൽ ഇത് എങ്ങനെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇവന്റ് സംഭവിക്കാൻ കാരണം, അത് 99% ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു എയർപോർട്ട്, അത് അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഒരു എയർപോർട്ട് ആയിരുന്നു. അതായത് എപ്പോഴും ടേക്ക് ഓഫ് ലാൻഡിംഗ് ഒക്കെ നടക്കുന്ന അത്യാവശ്യം തിരക്കുള്ള ഒരു എയർപോർട്ട് ആയിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു എയർപോർട്ടിന്റെ തൊട്ടടുത്തായിട്ട് വലിയൊരു സ്ട്രീം, ഒരു അരുവി പോലത്തെ സംഭവം നമുക്ക് പോകുന്നത് കാണാൻ പറ്റും. അതിന്റെ മുകളിൽ കൂടെ ഒരുപാട് മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ് ഒരു എക്സസൈസ് പോലെ, ഒരു ട്രെയിനിങ് റുട്ടീൻ പോലത്തെ ഒരു ഏരിയയും കൂടിയാണ്. അതായത് എപ്പോഴും ആ ഒരു ഏരിയയിൽ ഈ പറയുന്ന ഒരു ഹെലികോപ്റ്റേഴ്സ് ഒക്കെ പറന്നെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, ഒരു ഫ്ലൈറ്റ് ആകാശത്തൂടെ പറക്കുക ചെയ്യാന്ന് വിചാരിക്കും. ഒരു 40,000-50,000 ഓൾട്ടിറ്റ്യൂഡിൽ പറക്കുക ചെയ്യാന്ന് വിചാരിക്കാം. ഒരു പൈലറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ആ പൈലറ്റിന് ആകെ കാണാൻ പറ്റുന്നത് ഒരുപാട് മേഘങ്ങൾ മാത്രമായിരിക്കും. അതായത് ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, നേരെയാണോ പോകുന്നത്, പുറകോട്ടാണോ പോകുന്നത് വരെ ശരിക്കും പൈലറ്റിന് പറയാൻ പറ്റില്ല. അതായത് ഈ ഫ്ലൈറ്റ് പോകുന്ന ഒരു ഡയറക്ഷൻ ശരിക്കും പൈലറ്റിന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് നോക്കിയിട്ടായിരിക്കും. അതായത് ഒരുപാട് ഡിസ്പ്ലേയിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പ് മാത്രം നോക്കിക്കൊണ്ട്, അതായത് നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ മാത്രം നോക്കിക്കൊണ്ട് കാർ ഓടിച്ച് എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെയാണ് പൈലറ്റ്സ് എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഫ്ലൈറ്റിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരുപാട് സെൻസേഴ്സും അതേപോലുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ഒരുപാട് സ്ക്രീനിൽ ഈ ഫ്ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സഹായത്തോടെയാണ് പൈലറ്റ്സ് എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേര് ഞാൻ താഴെ എഴുതി കാണിക്കാം. അതിനോടൊപ്പം ഒരു എയർക്രാഫ്റ്റ് എയർപോർട്ടുകളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ATCയുമായിട്ട്, അതായത് എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഇതേപോലെയുള്ള ജനലിന്റെ പുറത്തൂടെ നോക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ കാർ ഓടിക്കുന്ന പോലെ വിഷ്വലി ഉള്ള അനാലിസിസ് നടത്തിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് ജനറലി ഒരു എയർക്രാഫ്റ്റിനെ പറപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ആക്സിഡന്റ് ആയ ഒരു ഹെലികോപ്റ്ററിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഹെലികോപ്റ്റർ പ്യൂർലി വിഷ്വൽ ഡേറ്റ ഉപയോഗിച്ച് മാത്രമാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നോർമലി കാറോ ബൈക്കോ ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കി കാണില്ലേ, അതേപോലെ തന്നെയായിരുന്നു ഈ പൈലറ്റ് ഈ ഹെലികോപ്റ്ററിനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഹെലികോപ്റ്റർ പറക്കുന്ന ഒരു പാത്ത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള സിക്സാക് പാത്തായിരുന്നു ശരിക്കും ഈ ഒരു ഹെലികോപ്റ്റർ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഈ ഒരു ഹെലികോപ്റ്റർ ഒരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു ഏരിയയിൽ പറന്നുകൊണ്ടിരുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഹെലികോപ്റ്റർ ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോടെ അല്ല പറന്നുകൊണ്ടിരുന്നത്, വിഷ്വൽ ഡേറ്റ ഉപയോഗിച്ച് മാത്രമായിരുന്നു പറന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഹെലികോപ്റ്ററിന്റെ അകത്തുള്ള പൈലറ്റും ATCയും, അതായത് എയർപോർട്ടിലത്തെ എയർ ട്രാഫിക് കൺട്രോളറുമായിട്ട് സംസാരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലായിരുന്നു. അപ്പൊ ATC നമ്മുടെ ഹെലികോപ്റ്ററിന്റെ അകത്തുള്ള പൈലറ്റിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ആകാശത്ത് ഒരു എയർക്രാഫ്റ്റിനെ കാണുന്നുണ്ടോ എന്ന്. അതിന് മറുപടിയായിട്ട് പൈലറ്റ് ഞാൻ ഇങ്ങനെ ഒരു എയർക്രാഫ്റ്റിനെ കാണുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു റൺവേന്ന് ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ടേക്ക് ഓഫ് ചെയ്ത എയർക്രാഫ്റ്റിനെയാണ് ശരിക്കും ഈ ഹെലികോപ്റ്ററിന്റെ അകത്തുള്ള പൈലറ്റ് കണ്ടത്. പക്ഷെ ATC ഉദ്ദേശിച്ച ഫ്ലൈറ്റ് ഏതാന്ന് വെച്ചാൽ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിനെ കാണുന്നുണ്ടോ എന്നാണ് ATC ഈ ഹെലികോപ്റ്ററിന്റെ അകത്തുള്ള പൈലറ്റിന്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ ഹെലികോപ്റ്ററിലത്തെ പൈലറ്റ് ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന ഫ്ലൈറ്റിനെയാണ് ATC ഉദ്ദേശിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഫ്ലൈറ്റിന് ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് പാത്തൊന്ന്, അതായത് ഹെലികോപ്റ്റർ പോകുന്ന ആ ഒരു വഴിയൊന്ന് മാറ്റി വിട്ടു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹെലികോപ്റ്ററിന്റെ പാത്തും ഈ ലാൻഡ് ചെയ്യാൻ വരുന്ന ഒരു ഫ്ലൈറ്റിന്റെ പാത്ത് രണ്ടും കൂടി ഇങ്ങനെ കോയിൻസൈഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അതായത് ഇത് പ്യൂർലി ഒരു ഹ്യൂമൻ എറർ മാത്രമാണ്. ഇത്തരത്തിലുള്ള ആക്സിഡൻസ് ശരിക്കും ഒഴിവാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ ഈ ഫ്ലൈറ്റ് പ്യൂർലി ഇൻസ്ട്രുമെന്റ്സ് നോക്കിക്കൊണ്ട് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പറയുന്ന എയർക്രാഫ്റ്റ് ആണെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് നോക്കുന്നുണ്ടായിരുന്നില്ല, വിഷ്വൽ ഡേറ്റ, അതായത് കാഴ്ച കൊണ്ടുള്ള ഡേറ്റ മാത്രമേ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന ഹെലികോപ്റ്ററിലത്തെ ആൾക്കാർ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ഡേറ്റയും കൂടി നോക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ ഫ്ലൈറ്റിന് ഉറപ്പായിട്ട് അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, ഈ ഒരു ആക്സിഡന്റ് അവർക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു എയർപോർട്ട് അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഒരു എയർപോർട്ട് ആയതുകൊണ്ട് എപ്പോഴും ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ നടക്കുന്നതുകൊണ്ട് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയതാണ് ശരിക്കും അവിടെ സംഭവിച്ചത്. ഒരുപാട് ന്യൂസിലായിക്കോട്ടെ, എസ്പെഷ്യലി മലയാളം ന്യൂസ് ചാനൽസിൽ ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചത്, അതിന്റെ ആ ഒരു റീസൺ എന്താണെന്നുള്ള കാര്യങ്ങളൊന്നും ആരും പറയുന്നില്ല. അവർ ഇത്ര രക്ഷാപ്രവർത്തനം നടത്തി, അത് നടത്തി, ഇത് നടത്തി, അത് മാത്രമേ പറയുന്നുള്ളൂ. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്, ഇതിന്റെ പുറയിലുള്ള റീസൺ എന്താണ് ശരിക്കും അതൊന്നും ആരും പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് ഇറിറ്റേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഒരു ചാനലിൽ ഇത് എങ്ങനെയായിരിക്കും സംഭവിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ആ വീഡിയോക്ക് 1 മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത്. പക്ഷെ എന്റെ ഒരു ചോദ്യം എന്താ വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റും ഈ ഹെലികോപ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം മോഡേൺ ഹൈടെക് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എല്ലാത്തിൻ്റെ അകത്തും ഈ ആക്സിഡന്റ് അവോയ്ഡൻസ് ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ടാവും, അതായത് കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റംസ് ഉണ്ടാവും. അപ്പൊ എന്തുകൊണ്ട് ഈ സിസ്റ്റം ഈ 2 എയർക്രാഫ്റ്റിലും വർക്ക് ചെയ്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും എനിക്ക് സംശയമുള്ളത്. അറ്റ് പ്രസന്റ് നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഒട്ടുമിക്കവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.